ഇന്ന് നമുക്ക് പെസഹവ്യാഴത്തിന് ഉണ്ടാക്കണ കലത്തപ്പം എങ്ങനെ ഈസിയായി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തേങ്ങാക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ടാണ് അത് എടുക്കേണ്ടത്. അതെടുത്ത് അത് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 4 സവാള അല്ലെങ്കിൽ ചെറുള്ളിയാണ്. അത് അരിഞ്ഞിട്ട് ഇതേപോലെ തന്നെ മാറ്റി വയ്ക്കണം. പിന്നെ വെളിച്ചെണ്ണയിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കരിഞ്ഞു പോവാതെ ഗോൾഡിഷ് കളറാവണ വരെ നമ്മളത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം. പിന്നെ ഇതേപോലെ തന്നെ അരിഞ്ഞു വെച്ച സവാള അല്ലെങ്കിൽ ചെറിയുള്ളി നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടിയെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും ഇളക്കി കൊടുത്ത് ഈ ബ്രൗണിഷ് കളറാവണ വരെ അത് വറുത്തെടുക്കണം. വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഉഴുന്നാണ്. ഇത് നേരത്തെ തന്നെ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിത് കുതിർന്നതിന് ശേഷം ഈ 1.5 കപ്പ് ഉഴുന്നെടുത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ നമ്മൾ ഇഡ്ഡലി മാവിനെ കരയ്ക്കണ പോലെ തന്നെ ഇത് അരച്ചെടുക്കണം. പിന്നെ രണ്ടാമതായിട്ട് ഇതേപോലെ തന്നെ വേണ്ടത് നമുക്ക് കുതിർത്ത പച്ചരിയാണ്. ഇത് ഇതേപോലെ തന്നെ ഞാൻ മുന്നേ തന്നെ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 1.5 കപ്പ് ഉഴുന്നാണ് ഞാൻ ഇവിടെ എടുത്തതെങ്കിൽ ഞാനിവിടെ 3/4 കപ്പ് പച്ചരിയാണ് എടുത്തത്. പച്ചരി ഉഴുന്നിനേക്കാളും കുറച്ചൊരു കുറവാണ് വേണ്ടത്. കാരണം ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അങ്ങനെ പിന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള അല്ലെങ്കിൽ ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് ചേർക്കാം. കാരണം ഈ അപ്പം ചുട്ടെടുക്കുമ്പോൾ ഇത് മൊരിഞ്ഞ് വരുമ്പോൾ യെല്ലോ കളറും കൂടി ആകുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അരച്ച് വെച്ച ഉഴുന്നിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരിയും കൂടി ഒരേ പാത്രത്തിൽ തന്നെ ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം വഴറ്റി വെച്ച സവാള ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി മാവിനും ദോശമാവിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർക്കുന്നത് പോലെ ലാസ്റ്റ് ഉപ്പ് പൊടി ചേർത്തിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തണ പോലെ നന്നായി ഇളക്കി കൊടുക്കണം. കാരണം ഇതിന് ഇത്തിരി ഒരു കട്ടി കൂടുതലായിരിക്കും. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കട്ടി ഉണ്ടാവും. അതുകൊണ്ട് നന്നായി തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തണ പോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അധികം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ഒരു ദോശത്തവ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ പരട്ടി കൊടുത്ത് നമുക്കിത് ദോശ പരത്തുന്നത് പോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ആകത്തക്ക വിധം ഒന്ന് പരത്തി കൊടുക്കാം. ദോശ പരത്തുന്നത് പോലെ വളരെ ഈസി ആയിരിക്കില്ല, കാരണം ഇതിന് കുറച്ച് കട്ടി കൂടുതലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലോ ആയിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുത്ത് ഇത് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കണമെങ്കിൽ. അപ്പോൾ ഒരു ഭാഗം ചുട്ട് കഴിയുമ്പോൾ നമുക്കത് ദോശ മറിച്ചിടുന്നത് പോലെ തന്നെ ഇത് മറുഭാഗം വേവിക്കാനും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് വെന്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ആ മാവ് തീരുന്നത് വരെ നമുക്ക് ഈ കലത്തപ്പം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് പീസാക്കിയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ പെസഹ വ്യാഴത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.